ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ നല്ല ഒരു റമദാൻ സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു വെറൈറ്റി സമൂസയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. സമൂസ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് നല്ല ഒരു ടേസ്റ്റി റിംഗ് സമൂസ തയ്യാറാക്കിയാലോ? എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബൗളിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയും 1/4 കപ്പോളം ആട്ടമാവുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. മൈദ മാത്രം വേണമെങ്കിലും ചെയ്യാം, ഗോതമ്പ് വെച്ചും ചെയ്യാം. അപ്പോൾ ഇതിന് രണ്ടും കൂടെ മിക്സാക്കിയാണ് ചെയ്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നമുക്കിതിനൊരു നല്ലൊരു മണം കിട്ടും. നമ്മുടെ സമൂസ കഴിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് നെയ്യും ഉപ്പും മാവും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം സാധാ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. നമുക്ക് ആ സമയം കൊണ്ട് മസാല തയ്യാറാക്കാം. അത്രയും സമയം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിതൊന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചച്ചുവയൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിടാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തിടാവുന്നതാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് സമയം വഴറ്റിയപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തു. ഇനി ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇത് വെജിറ്റബിൾ സമൂസ വേണമെങ്കിലും ചിക്കൻ, ബീഫ് ഏത് സമൂസ വേണമെങ്കിലും തയ്യാറാക്കാം. ഇതേ രീതിയിൽ തന്നെ ഞാനിതിലോട്ട് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതും കുഴഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അളവ് നിങ്ങൾക്ക് ഉള്ളതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അളവിൽ ഉള്ളത് വെച്ച് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് അവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ചേർക്കാതെയാണ് അവിച്ചെടുത്തത്. ഇതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിതിനായിട്ട്. ഉരുളക്കിഴങ്ങുമായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. സവാള, ക്യാരറ്റ്, കാബേജ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇത് ഇത്രയുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ഐറ്റം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ചാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂണും നമുക്ക് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മണത്തിന് വേണ്ടി ഒരു ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വെജിറ്റബിൾ സമൂസയാണ് വേണ്ടതെങ്കിൽ ഇത് ഇത്രയും തന്നെ മതിയാകും. പൊടിയൊന്ന് ചൂടാക്കി ഇതുമായിട്ട് എല്ലാം യോജിപ്പിച്ചാൽ മതിയാകും. ഇനി ഞാൻ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്, അതൊന്ന് ചിക്കൻ സെപ്പറേറ്റ് ഒന്ന് അവിച്ചെടുത്തതാണ്. കുറച്ച് ഉപ്പ്, കുരുമുളക് ഇതൊക്കെ ചേർത്ത് ഒന്ന് അവിച്ചെടുത്ത് അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്ത ചിക്കനാണിത്. ഇതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇല്ലാതെ നമുക്ക് ഈ വെജിറ്റബിൾസ് മാത്രം വെച്ചും തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം.
മല്ലിയിലയും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, പകരം കറിവേപ്പില വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് ഇത്രയും തന്നെ മതിയാകും. ഇതിനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തണുക്കാൻ വേണ്ടി. നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ സമൂസ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനി തണുക്കട്ടെ. നമുക്കിനി തയ്യാറാക്കി വെച്ച മാവ് എന്തായെന്ന് നോക്കാം. മാവിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഞാനൊരു പലകയിലോട്ട് കുറച്ച് പൊടി മാവും കൂടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്ത മാവിനെ ഞാനിവിടെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഒരു ഉരുള മാവിനെ കുറച്ച് പൊടിമാവും കൂടെ വെച്ച് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത്രയും മതിയാകും. ഈ പരത്തിയ മാവിനെ സ്ക്വയർ ഷേപ്പിലെ ഏതെങ്കിലും ഒരു പാത്രം, ഞാൻ ഇതുപോലത്തെ ഐസ്ക്രീം പാത്രം കൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നമുക്ക് എടുക്കാം. എടുത്തിട്ട് നമുക്കിനി കുറച്ചുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സമൂസയ്ക്ക് ഒരു ഷേപ്പ് കിട്ടും. ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിൽ ഞാൻ കുറച്ച് നീളം കൂടിയ ഭാഗത്തിന് ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അധികം ചെറിയ രീതിയിലല്ലാതെ ഇത്ര വീതിക്കൊന്ന് വരഞ്ഞു കൊടുക്കുക. ഈ നമ്മൾ വരഞ്ഞു കൊടുത്ത ഭാഗത്തോട്ട് നെയ്യോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് മസാല വെച്ച് കൊടുക്കുക. ഞാൻ മസാല വെച്ചത് കുറച്ച് അധികമായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒന്ന് ചുറ്റിയെടുക്കുമ്പോൾ കുറച്ച് മസാലയൊക്കെ ഇവിടെ ആകുന്നുണ്ട്. നിങ്ങൾ കുറേശ്ശെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ അങ്ങറ്റം ആ മസാല വെച്ചിരിക്കുന്നതിൻ്റെ ആ ഭാഗം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ദാണ്ട് റോൾ ചെയ്തെടുക്കുക. ബാലൻസ് ഉള്ളതൊക്കെ അങ്ങ് പോട്ടെ. എന്നിട്ട് നമുക്കിത് മാവ് തന്നെയാണല്ലോ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ദേ നമ്മുടെ റിംഗ് സമോസ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി ഒന്ന് ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ ഒന്ന് ഇതുപോലെ നീളത്തിനൊന്ന് പരത്തിയെടുത്തതാണ്. ഇതിനെ നമുക്ക് കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം. ഇതുപോലെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ബാലൻസിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് നീളത്തിന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് മസാല വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പതിയെ ചുറ്റിച്ചെടുക്കുക. ഇത് ചുറ്റിച്ചപ്പോഴാണ് ഓർത്തത് ഞാൻ എണ്ണ തേച്ചില്ലായിരുന്നു. ഇനി നമുക്ക് അവിടെ വെച്ച് ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മാക്സിമം എണ്ണ ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മാവായതുകൊണ്ട് ഒന്നും തന്നെ പുറത്ത് പോവാതെ ഇതുപോലെ ഇരിക്കും. മാക്സിമം ചെറിയ നീളത്തിന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് നീളമൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോമ്പ് തുറക്കാൻ സമയമൊക്കെ ആയതുകൊണ്ട് വേഗം തയ്യാറാക്കുന്നത് കൊണ്ട് കുറച്ച് സ്പീഡൊക്കെ കൂടിയത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാനിൽ ഞാൻ എണ്ണ ഒഴിച്ചത് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഇട്ട് കൊടുക്കാം.
ഇത് സമൂസ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ റിംഗ് സമൂസ തയ്യാറായിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ ഈ സമൂസ തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.